ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് SCRT. എല്ലാവർക്കും അറിയാം. SCRTയിൽ 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 9ാം ക്ലാസ് പാഠപുസ്തകങ്ങൾ ഈ വർഷം മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകളിൽ 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെ അധ്യായങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് OA, വേരിയസ് LGS, അതിനുശേഷം വരുന്ന LDC നിലവാരമുള്ള പരീക്ഷകൾ, ഇതിലെല്ലാത്തിലും ഇതിൽ നിന്ന് ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെഷനിൽ ചർച്ച ചെയ്യുന്നത് 7ാം ക്ലാസ്സിൽ പുതുക്കിയ പാഠപുസ്തകത്തിൽ വരുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ്. ഈ ക്ലാസ് മുഴുവനായും കാണാൻ നിങ്ങൾ ശ്രമിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഈ ചാപ്റ്ററിലെ 10 ചോദ്യങ്ങൾ ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. കാരണം ഇത് 100% നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ചിലപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ആലോചിക്കുക, ഇത് കൃത്യമായി ക്ലാസ്സിൽ പറഞ്ഞതാണ്, അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഞാൻ ഇതിനകത്ത് ഉത്തരങ്ങൾ പറയുന്നില്ല, ചോദ്യങ്ങൾ മാത്രമാണ്. അതിനുശേഷം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കും. ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ഇതിന്റെ ഉത്തരങ്ങൾ പഠിച്ചോളുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം: ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ ദളിത് എന്ന പദത്തിലൂടെ സൂചിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ചോദ്യം ഉറപ്പാണ്. അതായത് ദളിത് എന്ന വാക്ക് ആദ്യമായിട്ട് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? രണ്ടാമത്തെ ചോദ്യം: 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ നഞ്ചിയമ്മ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ് നഞ്ചിയമ്മ. നഞ്ചിയമ്മ പാലക്കാട്ടുകാരിയാണ്, അട്ടപ്പാടിക്കാരിയാണ്. അവർ ഒരു ഗോത്ര വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. അവർ ഏത് ഗോത്ര വിഭാഗത്തിലാണ് നഞ്ചിയമ്മ ജനിച്ചത്? ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. 3, കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ച വനിതാ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 4ാമത്തെ ചോദ്യം: ട്രാൻസ്ജെൻഡർ. എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്? ജനനസമയത്ത് ഒരാൾക്ക് നൽകിയ ലിംഗ പദവിയുമായി പിന്നീട് പൊരുത്തപ്പെടാൻ കഴിയാത്ത വിഭാഗങ്ങളെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അവരുടെ സംരക്ഷണത്തിന് ഒരു നിയമമുണ്ട്, ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആക്ട് 2019 നിയമം. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണം നിയമത്തിലെ എത്രാമത്തെ സെക്ഷനിലാണ് ട്രാൻസ്ജെൻഡറിന്റെ നിർവചനം നൽകിയിരിക്കുന്നത്? ഓക്കെ, ജീവിതത്തിനും അരങ്ങിനുമിടയിൽ ആരുടെ ജീവചരിത്രമാണ്? ജീവിതത്തിനും അരങ്ങിനുമിടയിൽ എന്നുള്ളത് ആരുടെ ജീവചരിത്രമാണ്? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആരായിരുന്നു? മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? വെറിയർ എൽവിൻ, വളരെ ഇമ്പോർട്ടന്റ് പേഴ്സൺ, ഇനി മുതലുള്ള പരീക്ഷകൾ പ്രതീക്ഷിക്കാം. വെറിയർ എൽവിൻ ഏതു ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭിന്നശേഷിക്കാരുടെ സംരക്ഷണ നിയമം ഏത് വർഷമാണ് പാസ്സായത്? ഭിന്നശേഷിക്കാരുടെ സംരക്ഷണ നിയമം ഏത് വർഷം പാസ്സായി? അയ്യങ്കാളി പഞ്ചമി സ്മാരക UP സ്കൂൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? അയ്യങ്കാളി പഞ്ചമി സ്മാരക UP സ്കൂൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഈ 10 ചോദ്യങ്ങൾ ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകളിൽ മാറി വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്? 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട അധ്യായം അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ഈ അധ്യായം വൃത്തിയായി പഠിക്കുക. മുമ്പ് 7ാം ക്ലാസ്സിൽ നൽകിയിരുന്ന അധ്യായം നവകേരള സൃഷ്ടിക്കായി എന്ന അധ്യായമായിരുന്നു. അധ്യായത്തിന് പകരമാവാം ഇത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായി പഠിക്കുന്ന ഫാക്റ്റുകളല്ല ഈ അധ്യായത്തിലുള്ളത്. PSC ഉദ്യോഗാർത്ഥികൾക്ക് പുതുമയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അധ്യായമാണ് അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ഈ സെഷനിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കുന്നു. സെക്രട്ടേറിയറ്റ് OA, LGS, LDC നിലവാരമുള്ള പരീക്ഷകളിൽ 100% പ്രതീക്ഷിക്കാം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ സമൂഹത്തിൽ നീതി ലഭിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടായിരുന്നു. അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട് അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട് കഴിയുകയായിരുന്നു. അപ്പൊ നിങ്ങൾ പുതിയ 2 വാക്കുകൾ കേൾക്കുകയാണ്: പാർശ്വവൽക്കരണവും അരികുവൽക്കരണവും. രണ്ടും ഒന്നാണ്. എന്താണ് പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം എന്ന് പറയുന്നത്? തുല്യ പരിഗണന ലഭിക്കേണ്ട ചില സ്ഥലങ്ങളിൽ ചില വിഭാഗങ്ങളെ നമ്മൾ മാറ്റി നിർത്തിയിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. സ്കൂളിൽ പോയി പഠിക്കാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഇപ്പോൾ ഉണ്ട്. അത് എല്ലാ പൗരന്മാരുടെയും അവകാശം കൂടിയാണ്. പക്ഷെ ഒരു സമയത്ത് താഴ്ന്ന സമുദായം എന്ന് കരുതപ്പെട്ടിരുന്ന അല്ലെങ്കിൽ കരുതിയിരുന്ന ചില വിഭാഗങ്ങളെ വിദ്യാഭ്യാസത്തിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ചിരുന്നു. അതുപോലെ സർക്കാർ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. അമ്പലങ്ങളിൽ കയറാനുള്ള അവകാശം അവർക്ക് ലഭ്യമാക്കിയിരുന്നില്ല.
വസ്ത്രധാരണത്തിനുള്ള അവകാശം അവർക്ക് ലഭ്യമാക്കിയിരുന്നില്ല. അതായത് തുല്യ പരിഗണന ലഭിക്കേണ്ട മേഖലകളിൽ നിന്നും ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നു. അതിനെ പറയുന്ന പേരാണ് പാർശ്വവൽക്കരണം അല്ലെങ്കിൽ അരികുവൽക്കരണം. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞ ഇന്ത്യൻ ജനതയ്ക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടി പോരാടിയ ഒരു കൂട്ടം സാമൂഹിക പരിഷ്കർത്താക്കളും നമ്മുടെ രാഷ്ട്രം നിർമ്മിച്ച ചില നിയമങ്ങളും ഉണ്ട്. അതിലൂടെ നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക സമൂഹം ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് പാർശ്വവൽക്കരണം അഥവാ അരികുവൽക്കരണം, അത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്, കൃത്യമായി പഠിക്കുക. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ചാപ്റ്ററിലോട്ട് നമ്മൾ കടക്കുമ്പോൾ ആദ്യം നൽകിയിരിക്കുന്നത് ശ്രീ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയെ പരാമർശിച്ചുകൊണ്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാം, എല്ലാവർക്കും അറിയാന്നുള്ളത് തന്നെയാണ്, എനിക്ക് പ്രത്യേകിച്ച് പഠിപ്പിക്കാൻ ഒന്നുമില്ല. അഗ്നിച്ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ ആരുടെ ആത്മകഥയാണ്? APJ അബ്ദുൽ കലാം. ഈ ആത്മകഥയിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് വിവിധ മതത്തിൽപ്പെട്ടവരാണെങ്കിലും അദ്ദേഹത്തിന്റെ നാട്ടിലുള്ളവർ വളരെ സൗഹാർദ്ദപരമായി കഴിഞ്ഞിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഭാഗം നൽകിയിരിക്കുന്നത്. നമുക്ക് PSC പരീക്ഷയെ സംബന്ധിച്ച് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം അഗ്നിച്ചിറകുകൾ അഥവാ വിങ്സ് ഓഫ് ഫയർ ആരുടെ ആത്മകഥയാണ്? APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. വിങ്സ് ഓഫ് ഫയർ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ മലയാള പരിഭാഷയാണ് അഗ്നിച്ചിറകുകൾ. ഇതിൽ അദ്ദേഹം വ്യക്തിതലത്തിലും ഔദ്യോഗിക തലത്തിലും അനുഭവിച്ച തിരിച്ചടികളും അവയെല്ലാം വിജയകരമായി തരണം ചെയ്തതിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ആ യാത്രകളിൽ അദ്ദേഹത്തോടൊപ്പം നടന്ന പല പ്രഗത്ഭരെ കുറിച്ചും അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യയിലെ പ്രശസ്തമായ അഗ്നി, പൃഥ്വി, തൃശൂൽ എന്നീ മിസൈലുകളുടെ ഉത്ഭവത്തെക്കുറിച്ചും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു മിസൈൽ ശാക്തിക രാജ്യമായി ഇന്ത്യ മാറിയതിനെ കുറിച്ചും ഈ പുസ്തകത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നു. അപ്പോൾ അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥയാണ്? APJ അബ്ദുൽ കലാം. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം നൽകിയിരിക്കുന്ന ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നു, ഞാൻ ആദ്യം തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യമാണ്, അരികുവൽക്കരണം. അതാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേർഡ്. ഇതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് പാർശ്വവൽക്കരണം എന്നാണ്. മാർജിനലൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, അപ്പൊ എന്താണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്? കൃത്യമായി പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ ചോദ്യം തന്നെ ഇതായിരിക്കും, തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. തുല്യ പരിഗണന നിങ്ങൾക്ക് ലഭിക്കണം, പക്ഷെ നിങ്ങൾ ആ ഇടത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു. ഇതിനെയാണ് പാർശ്വവൽക്കരിക്കുക എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ വിദ്യാലയങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഉയർന്ന സമുദായം എന്ന് കരുതപ്പെട്ടിരുന്നവർക്ക് മാത്രമാണ് നൽകിയിരുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ വിദ്യാലയത്തിൽ കയറ്റുന്ന ഒരു സിസ്റ്റം പോലും ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ അവരെ എന്ത് ചെയ്യുകയാണ്? തുല്യ പരിഗണന ലഭിക്കേണ്ട അവസരത്തിൽ അവരുടെ അവകാശം നിഷേധിക്കപ്പെടുകയാണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പാർശ്വവൽക്കരണം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി വ്യക്തമായി പഠിപ്പിക്കുന്നു. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് പാർശ്വവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ പാർശ്വവൽക്കരണം അഥവാ അരികുവൽക്കരണം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. ഒന്ന്, പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ദുരന്തം വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായ ദുരന്തമാണ്. 2024 ജൂലൈ മാസം 30 പ്രകൃതി ദുരന്തത്തെ തുടർന്ന് ആളുകൾക്ക് ജീവഹാനി ഉണ്ടായി, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു, അവരുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ അതൊന്നുമില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾ സമൂഹത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒറ്റപ്പെടും, അയാൾ മാറ്റി നിർത്തപ്പെടും, അരികുവൽക്കരിച്ചു പോവും, പാർശ്വവൽക്കരിച്ചു പോവും. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ആ പാർശ്വവൽക്കരണത്തെ തടയാൻ വേണ്ടി വയനാടൻ ജനതയോടൊപ്പം കേരളം ഒറ്റക്കെട്ടായി നിന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ, നമ്മളിപ്പോ വയനാട് ജനതയോട് ഐക്യദാർഢ്യം കാണിക്കുകയോ അവരോടൊപ്പം നമ്മൾ നിൽക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ അവർ നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകും. അതായത് സ്വത്ത് സമ്പാദ്യമില്ലാതെ, വസ്ത്രം വാങ്ങാൻ കാശില്ലാതെ, വീടില്ലാതെ അവർ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് പല അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ കഴിയേണ്ടി വരും. അപ്പോൾ അരികുവൽക്കരണത്തിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, പ്രകൃതി ദുരന്തങ്ങളാണ്, തെറ്റിക്കരുത്. രണ്ടാമത്തത് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രെയിൻ അപകടമാവാം, ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വെടിക്കെട്ട് അപകടങ്ങളാവാം,
അതിനെ തുടർന്നും ആളുകൾക്ക് ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെ തുടർന്ന് അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകും. അപ്പൊ പാർശ്വവൽക്കരണത്തിന് ഒരു കാരണം പ്രകൃതി ദുരന്തവും, മറ്റേ കാരണം മനുഷ്യനിർമ്മിത ദുരന്തമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാരണമാണ് ഒഴിവാക്കൽ, എക്സ്ക്ലൂഷൻ എന്ന് പറയും. ഒഴിവാക്കൽ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ ജാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒഴിവാക്കുന്നു, ഒരു വിഭാഗത്തെ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമൂഹത്തിൽ ഒഴിവാക്കപ്പെടുന്നു. ഉദാഹരണം സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പൊ അവർ നേരിടുന്ന ഒരു പാർശ്വവൽക്കരണമുണ്ട്. അപ്പൊ ലിംഗത്തിന്റെയും അതുപോലെ തന്നെ ജാതിയുടെയും അടിസ്ഥാനത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനതയുണ്ട്. അതിനെയാണ് ഒഴിവാക്കൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കലാണ്. നാലാമത്തെ റീസൺ കുടിയൊഴിപ്പിക്കൽ. കുടിയൊഴിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ താമസ സ്ഥലത്ത് നിന്നും അന്യായമായി അയാളെ പുറത്താക്കുന്നതാണ്. അപ്പൊ അയാൾക്ക് സ്വന്തമായി വീടോ സ്ഥലമോ ഒന്നും ഇല്ലാതെ സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് അയാൾ മാറും. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. പാർശ്വവൽക്കരണത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെ വൃത്തിയായി പഠിച്ചിട്ട് പോകണം. ഈ അരികുവൽക്കരണം എന്ന വാക്ക് കേൾക്കുമ്പോൾ ടെൻഷൻ ഒന്നും വേണ്ട. അരികുവൽക്കരണം എന്ന് പറഞ്ഞാൽ തുല്യ പരിഗണന ലഭിക്കേണ്ട അവസരങ്ങളിൽ ചില വിഭാഗങ്ങളെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നു. അതിനെയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതിന് പ്രധാനമായ കാരണങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, ഒഴിവാക്കൽ, കുടിയൊഴിപ്പിക്കൽ. ക്ലിയർ ആണ്? ശരി. അപ്പൊ നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളിലേക്ക് പോവാം. പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. പ്രകൃതി ദുരന്തങ്ങൾ വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം. അതുപോലെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ. യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത്? യുദ്ധത്തിലും സമാനമായ സാഹചര്യമാണ്. നമ്മുടെ ജീവൻ നഷ്ടപ്പെടും, സ്വത്ത് സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടും, സ്വാഭാവികമായിട്ട് നമ്മൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടും. കാരണം നമുക്കൊന്നുമില്ല നമ്മുടെ കയ്യിൽ. അപ്പൊ യുദ്ധം അതിനൊരു പ്രധാന കാരണമാണ്. അപകടങ്ങൾ, അതുപോലെ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ. ഇനി ഒഴിവാക്കൽ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എക്സ്ക്ലൂഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ്. ജാതി, മത, ഗോത്രലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതി മതവും ഗോത്രവും ലിംഗവും പദവികളുടെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതിനെയാണ് എക്സ്ക്ലൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ഇപ്പൊ ഒരാള് താഴ്ന്ന ജാതിക്കാരനാണ്, വിദ്യാഭ്യാസം നൽകണ്ട, പണ്ട് കാലത്തുണ്ടായിരുന്നതാണ്. ഇതിന് ഉദാഹരണമാണ്. പെൺകുട്ടിയാണ്, അവളെ സ്കൂളിൽ അയക്കണ്ട, പാർശ്വവൽക്കരിക്കപ്പെടുന്നതിന്റെ ഉദാഹരണമാണ്. അവൻ ആദിവാസിയാണ്, അവന് വിദ്യാഭ്യാസം നൽകണ്ട, പാർശ്വവൽക്കരിക്കപ്പെടുന്നതിന്റെ ഉദാഹരണമാണ്. അപ്പോ ഇതിനെയാണ് ഒഴിവാക്കൽ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരി. ഇനി സമൂഹത്തിൽ പാർശ്വവൽക്കരണത്തിന് വിധേയമാകുന്ന വിഭാഗങ്ങൾ എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരണത്തിന് വിധേയമാകുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ട്രാൻസ്ജെൻഡറുകൾ കണ്ട, ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്. ദളിതർ ജാതി മതം എന്നതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ചൂഷണത്തിന് വിധേയമാവുന്നവരെയാണ് ദളിതർ എന്ന് പറയുന്നത്. അപ്പൊ ദളിതർ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗമായിരുന്നു. ഗോത്ര വിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ജയിൽ മോചിതർ, ജയിലിൽ നിന്ന് മോചിതരായി വരുന്നവരെ പാർശ്വവൽക്കരിക്കപ്പെടുന്നു. അവനെ ഒരു കുറ്റവാളിയായിരുന്നു, അവൻ ശിക്ഷ അനുഭവിച്ചുവെങ്കിലും അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗമാണ്. ഭിന്നശേഷിക്കാർ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, യുദ്ധത്തെ തുടർന്നാണ് അഭയാർത്ഥികളൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളെയും ദുരന്തങ്ങളെയും തുടർന്നും അഭയാർത്ഥികൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾ, ഇവരാണ് പ്രധാനമായും നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരണത്തിന് വിധേയമാവുന്നവർ. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഉറപ്പായിട്ട് ചോദിക്കും. ട്രാൻസ്ജെൻഡർ പാർശ്വവൽക്കരണത്തിന് വിധേയമാവുന്നുണ്ട്, ദളിതർ വിധേയമാകുന്നുണ്ട്, ഗോത്ര വിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ജയിൽ മോചിതർ, ഭിന്നശേഷിക്കാർ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, സ്ത്രീകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോവുക. ഓക്കെ. നെക്സ്റ്റ്, ജാതി വിവേചനത്തെ തുടർന്നുണ്ടായ അരികുവൽക്കരണം. ജാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന അരികുവൽക്കരണം എന്താണെന്ന് നോക്കാം. താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർക്ക് ചരിത്രപരമായി നിരവധി അവസരങ്ങളും അവകാശങ്ങളും ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. താഴ്ന്ന ജാതി എന്നൊരു വിഭാഗം ഇല്ല, പക്ഷെ താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവരുണ്ടായിരുന്നു. അവരത് അങ്ങനെ താഴ്ന്നവരൊന്നും അല്ല, പക്ഷെ ആ സമൂഹം അവരെ കരുതിയിരുന്നത് താഴ്ന്ന ജാതിക്കാരെന്നാണ്. അങ്ങനെ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്നവർക്ക് ഉയർന്ന ജാതിക്കാർ പല അവസരങ്ങളും അവകാശങ്ങളും നിഷേധിച്ചിരുന്നു. ഇതിലൂടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ താഴ്ന്ന വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെട്ടു, പാർശ്വവൽക്കരിക്കപ്പെട്ടു. നമ്മുടെ സമൂഹത്തിൽ നിന്നും, മുഖ്യധാരയിൽ നിന്നും താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടിരുന്നവർ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയി. അതിനെയാണ് ജാതി വിവേചനത്തെ തുടർന്നുണ്ടായ അരികുവൽക്കരണം എന്ന് പറയുന്നത്. ജാതി വിവേചനത്തെ തുടർന്ന് താഴ്ന്ന വിഭാഗങ്ങൾക്ക് നഷ്ടമായിരുന്ന അവകാശങ്ങൾ എന്തൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. പൊതുവഴിയിൽ കൂടി നടക്കാനുള്ള അവകാശം. നമ്മൾ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രദേശങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. പൊതുവഴിയിൽ കൂടി നടക്കാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർക്ക് ഇല്ലായിരുന്നു. ഇതിനെതിരെ ആയിരുന്നല്ലോ വൈക്കം സത്യാഗ്രഹം പോലുള്ള
പ്രശസ്തമായ സത്യാഗ്രഹങ്ങൾ നടന്നത്. വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഇതിനെതിരെ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയതായി നമ്മൾ മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. നല്ല വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. കേരളത്തിൽ ചാന്നാർ ലഹള നടന്നത് വസ്ത്രധാരണത്തിനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമില്ലായിരുന്നു. നമുക്കറിയാം, ഊരൂട്ടമ്പലം സ്കൂളിൽ പഞ്ചമി എന്ന ബാലികയ്ക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതിനെ തുടർന്ന് ആ ബാലികയും കൊണ്ട് ആ സ്കൂളിലേക്ക് കയറിപ്പോയി വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ശ്രമിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, ആ കാലത്ത് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള അവകാശം, അതായത് പൊതു കിണർ ഉപയോഗിക്കുക, പൊതുവഴികൾ ഉപയോഗിക്കുക, ഇതെല്ലാം നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളായിരുന്നു. അതുപോലും നിഷേധിക്കപ്പെട്ടിരുന്നു. അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നീ അവകാശങ്ങളും താഴ്ന്ന വിഭാഗക്കാർക്ക് നഷ്ടമായിരുന്നു. അപ്പോൾ ജാതി വിവേചനത്തെ തുടർന്ന് താഴ്ന്ന വിഭാഗങ്ങൾക്ക് നഷ്ടമായിരുന്ന അവകാശങ്ങൾ, പൊതുവഴിയിൽ കൂടി നടക്കാനുള്ള അവകാശം, വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശം, നല്ല വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം, അടിസ്ഥാന സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള അവകാശം, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നീ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു. ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. കൃത്യമായി പഠിച്ചിട്ട് പോകണം. തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലം എന്ന സ്കൂളിൽ പഞ്ചമി എന്ന ദളിത് ബാലികയ്ക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ചതിനെ തുടർന്ന് നവോത്ഥാന നായകനായ അയ്യങ്കാളി പഞ്ചമിയുടെ കൈയും പിടിച്ച് സ്കൂളിലേക്ക് കയറുകയും പഞ്ചമിക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പാക്കുകയും ചെയ്തു. ഇത് കേരള ചരിത്രത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇതിന്റെ സ്മരണ എല്ലാ കാലത്തും നിലനിർത്താൻ വേണ്ടി ആ ഊരൂട്ടമ്പല സ്കൂളിൽ ഇപ്പൊ നൽകിയിരിക്കുന്ന പേര് അയ്യങ്കാളി പഞ്ചമി ഗവൺമെന്റ് UP സ്കൂൾ എന്നാണ്. ഇത് ഊരൂട്ടമ്പലം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ്. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്ന ഒരു പോർഷനാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനമായ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു. വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ ഇതിന് ചോദ്യം പ്രതീക്ഷിക്കാം. അയ്യങ്കാളിയെ കുറിച്ച് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ അല്ലാതെ തന്നെ വരാറുണ്ട്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ കാര്യം കൃത്യമായി പഠിച്ചിട്ട് പോവുക. ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നറിയപ്പെടും. തിരുവനന്തപുരം, ഇതാണ് ഇമ്പോർട്ടന്റ്. അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം ഏത് ജില്ലയിലെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെന്റ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീ വെച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും എന്ന് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇതിൽ നിന്ന് ചോദ്യം വരാം. കൃത്യമായി പഠിച്ചിട്ട് പോവുക. ബേസ് ആണ്. ജാതി വ്യവസ്ഥയെ എതിർത്ത് ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരണം നൽകിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. 7ാം ക്ലാസ്സിലെ മുമ്പത്തെ ടെക്സ്റ്റ് ബുക്കിൽ നവകേരള സൃഷ്ടിക്കായി എന്നൊരു അധ്യായം ഉണ്ടായിരുന്നു. അതില് കേരളത്തിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് ബേസ് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും നൽകിയിരുന്നു. പക്ഷേ ഈ ചാപ്റ്ററിൽ നവോത്ഥാന നായകരെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ല. ചിലപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ മാറുമ്പോൾ വേറൊരു ചാപ്റ്റർ തന്നെ പുതുതായിട്ട് അവർ ഉൾപ്പെടുത്തും അതിനെക്കുറിച്ച്. ഈ അധ്യായത്തിൽ നവോത്ഥാന നായകരെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും അവർ നൽകിയിട്ടില്ല. ആകെ കൂടെ നൽകിയിരിക്കുന്നത് ജാതി വ്യവസ്ഥയെ എതിർത്ത് ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരണം നൽകിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ ആരൊക്കെയാണ് എന്നാണ്. ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ. ഇവരുടെ ഫോട്ടോസ് മാത്രമേ നൽകിയിട്ടുള്ളൂ. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന പ്രസ്താവന കൂടി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞത് ആര്? ശ്രീനാരായണ ഗുരു. നമ്മൾ ബേസ് ആയിട്ട് പഠിക്കുന്നതാണ്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞെന്നുള്ളൂ. വേറെ നവോത്ഥാന നായരെ കുറിച്ച് ഈ അധ്യായത്തിൽ വേറെ ഒരു ഫാക്റ്റും നൽകിയിട്ടില്ല. ശരി. എന്നാൽ ഇനി വരാൻ പോകുന്ന PSC പരീക്ഷയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മേഖല ഈ അധ്യായത്തിൽ നിന്ന് ഇതാണ്. ജാതി വ്യവസ്ഥയെ എതിർത്ത് ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരണം നൽകിയ ദേശീയ തലത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. ഇന്ത്യയിൽ പ്രശസ്തരായ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിച്ച പാർശ്വവൽക്കരണത്തിനെതിരായി പോരാടിയ ചില നവോത്ഥാന നായകർ എന്ന് തന്നെ പറയാം. അതിൽ 3 പേരെ കൃത്യമായി നൽകിയിരിക്കുന്നു. ജ്യോതിറാവു ഫുലെ, സാവിത്രിബായി ഫുലെ, പെരിയോർ EV രാമസ്വാമി നായ്ക്കർ. ആരൊക്കെയാണ്? ജ്യോതിറാവു ഫുലെ, സാവിത്രിബായി ഫുലെ,
ഇ വി രാമസ്വാമി നായ്ക്കർ. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ആദ്യം ജ്യോതിറാവു ഫുലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായി പഠിച്ചിട്ട് പോവുക. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. അപ്പൊ ദളിത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതി മത, ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ചില വിഭാഗങ്ങൾ ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നുണ്ട്. ആ വിഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ദളിത്. ദളിത് കൃത്യമായി പറയുന്നു. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പം ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജ്യോതിറാവു ഫുലെയാണ്. ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജ്യോതിറാവു ഫുലെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. ഇനി ഇതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് സാവിത്രിബായി ഫുലെ. ജ്യോതിറാവു ഫുലെയുടെ പത്നിയാണ് സാവിത്രിബായി ഫുലെ. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫുലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി വിദ്യാലയം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിക്കും. പൂനെയിലാണ്. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫുലെ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായി പഠിക്കുക. പകൽ സമയത്ത് ജോലി ചെയ്യുന്ന കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും നിശാ പാഠശാല ആരംഭിച്ചത് സാവിത്രിബായി ഫുലെയാണ്. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചതാര്? സാവിത്രിബായി ഫുലെയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായി ഫുലെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പം പൂനെ യൂണിവേഴ്സിറ്റി ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ്, സാവിത്രിബായി ഫുലെയുടെ പേരിൽ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യയിൽ പെൺകുട്ടികൾക്കായി ആദ്യമായി പൂനെയിൽ വിദ്യാലയം ആരംഭിച്ചപ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫുലെ. അതുപോലെ തന്നെ സാവിത്രിബായി ഫുലെയാണ് നിശാ പാഠശാല ആരംഭിച്ചത്. ആർക്കൊക്കെ വേണ്ടി? കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടി. പൂനെ യൂണിവേഴ്സിറ്റി ആരുടെ പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാലും സാവിത്രിബായി ഫുലെയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ജ്യോതിറാവു ഫുലെയുടെ പത്നിയാണ് സാവിത്രിബായി ഫുലെ. ഇനി ഇ വി രാമസ്വാമി നായ്ക്കർ. നമുക്കറിയാം, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രമുഖനായ ദ്രാവിഡ നേതാവാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. സ്ഥിരമായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഇ വി രാമസ്വാമി നായ്ക്കർ ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളായിരുന്നു. സാമൂഹ്യ പരിഷ്കർത്താവ് ഇദ്ദേഹം ബ്രാഹ്മണ ആധിപത്യത്തിൽ ഊന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരായി നിലകൊണ്ടു. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഇ വി രാമസ്വാമി നായ്ക്കറുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്, ബന്ധമുള്ള പ്രസ്താവന ഏത്? അപ്പം ബ്രാഹ്മണ ആധിപത്യത്തിൽ ഊന്നിന്നുകൊണ്ടുള്ള സാമൂഹ്യ വ്യവസ്ഥയെ എതിർത്ത ആളാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയോർ. പെരിയോർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, ഇ വി രാമസ്വാമി നായ്ക്കർ. അപ്പം ജ്യോതിറാവു ഫുലെയിൽ നിന്ന് PSC എന്തൊക്കെ ചോദിക്കും? ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? അതുപോലെ സ്ത്രീകൾക്കും ദളിതർക്കും വേണ്ടി വിദ്യാലയം ആരംഭിച്ചു. സാവിത്രിബായി ഫുലെ പൂനെ യൂണിവേഴ്സിറ്റിക്ക് അവരുടെ പേരാണ് നൽകിയിരിക്കുന്നത്. നിശാ പാഠശാല ആരംഭിച്ചു. പൂനെയിലെ പെൺകുട്ടികളുടെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു. ബ്രാഹ്മണ സമുദായത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട സാമൂഹ്യ വ്യവസ്ഥയെ എതിർത്ത ആളാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. നെക്സ്റ്റ്, ഗോത്ര ജനതയും അരികുവൽക്കരണവും. ഗോത്ര ജനത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലയിൽ പ്രാചീന കാലം മുതൽ താമസിച്ചു വരികയും തങ്ങളുടേതായ ജീവിത ശൈലിയും ഭക്ഷണക്രമവും ആരാധനയും സംസ്കാരവും സ്വന്തമായി ഉണ്ടാക്കിയെടുത്തവരാണ് ഗോത്ര ജനത എന്നറിയപ്പെടുന്നത്. നമുക്ക് വയനാട് പരിശോധിക്കാം. വയനാടൻ വനമേഖലയിൽ കുറിച്യർ, കുറുമ്പർ തുടങ്ങിയ ഗോത്ര ജനത ഉണ്ടല്ലോ. അവർ വർഷങ്ങളായിട്ട് ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്നവരും അവരുടേതായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തവരാണ്. അങ്ങനെയുള്ള ഗോത്ര ജനതയും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരണത്തിന് വിധേയമായിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഗോത്ര വിഭാഗത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതിയിലെത്താൻ പല ആളുകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകരാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗോത്ര ജനതയും അരികുവൽക്കരണവും അഥവാ പാർശ്വവൽക്കരണവും. നമുക്ക് പഠിക്കാം എന്താണ് ഗോത്ര ജനത. കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോ, പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്ര ജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. അവർ തനത് ജീവിത രീതിയും
കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. ഗോത്ര ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളെക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്ന ഗോത്ര ജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ സാമൂഹ്യ വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. അവർ താമസിച്ചിരുന്ന പ്രദേശത്ത്, പ്രത്യേകിച്ച് വനമേഖലകളിൽ അവർക്കുണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് നമ്മുടെ രാഷ്ട്രം അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുന്നു, വെറിയർ എൽവിൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന PSC പരീക്ഷയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം വെറിയർ എൽവിനെ കുറിച്ച് വരും. ആരാണ് വെറിയർ എൽവിൻ? ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികൾ ഒരാളാണ് വെറിയർ എൽവിൻ. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് വെറിയർ എൽവിൻ. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയർ എൽവിൻ. ഞാൻ വീണ്ടും ആ പേര് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പേര് കാണും. വെറിയർ എൽവിൻ. വെറിയർ എൽവിൻ ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്? നരവംശ ശാസ്ത്രം. നരവംശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വെറിയർ എൽവിൻ. ഗോത്ര മനുഷ്യ വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം, ഇന്ത്യയുടെ സമീപനം രൂപപ്പെടുത്തുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയർ എൽവിൻ. പേര് മറന്നുപോരുത്, ഇമ്പോർട്ടന്റ് ആണ്, വെറിയർ എൽവിൻ. ഓക്കെ, നെക്സ്റ്റ് ഡോക്ടർ എ അയ്യപ്പൻ. ഡോക്ടർ എ അയ്യപ്പൻ തൃശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5-നാണ് അയ്യപ്പന്റെ ജനനം. അപ്പൊ തൃശ്ശൂർകാരനായ എ അയ്യപ്പൻ ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. വെറിയർ എൽവിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നരവംശ ശാസ്ത്രജ്ഞനാണ് എ അയ്യപ്പൻ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവിസ്കിയുടെയും റൈമണ്ട് ഫിർത്തിന്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. അപ്പം രണ്ടാമത്തെ വ്യക്തി ഡോക്ടർ എ അയ്യപ്പൻ, 1905 ജനിച്ച 1988 അന്തരിച്ച എ അയ്യപ്പനും നരവംശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗോത്ര ജനതയെക്കുറിച്ചും ഈഴവ ജനതയെക്കുറിച്ചും കൃത്യമായി പഠനം നടത്തിയ ആളാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പ്രശസ്തരായ എക്കണോമിക്സ്റ്റുകളായ മലിനോവിസ്കിയുടെയും റൈമണ്ട് ഫിർത്തിന്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കിയ ആളാണ് ഡോക്ടർ എ അയ്യപ്പൻ. ഡോക്ടർ എ അയ്യപ്പൻ. അടുത്തത് നഞ്ചിയമ്മ. ഒരു തവണയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് നഞ്ചിയമ്മ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗായികയാണ് ഇപ്പോൾ നഞ്ചിയമ്മ, എല്ലാവർക്കും അറിയാം. പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഗോത്ര സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന് 2020 അയ്യപ്പനും കോശിയും എന്ന ചലച്ചിത്രത്തിൽ പിന്നണി ഗാനം ആലപിച്ചുകൊണ്ട് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ വ്യക്തിയാണ് നഞ്ചിയമ്മ. നഞ്ചിയമ്മയെ കുറിച്ച് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായും പ്രാധാന്യത്തോടും കൂടി ഒരു ഭാഗം നൽകിയിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലുള്ള ഇരുള വിഭാഗത്തിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന PSC പരീക്ഷയിൽ ഒരു ചോദ്യം തന്നെ ഇതായിരിക്കും, നഞ്ചിയമ്മ ഏത് ഗോത്ര വിഭാഗത്തിൽ വരുന്നു? ഇരുള വിഭാഗം, മറന്നുപോരുത്, ഇരുള വിഭാഗം. ഇരുള വിഭാഗത്തിലാണ് നഞ്ചിയമ്മ വരുന്നത്. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിതയാണ് നഞ്ചിയമ്മ. കളക്കാത്ത സന്തനമേറെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് അവർക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇതിന് എന്തൊക്കെ ചോദ്യം ചോദിക്കാം? നഞ്ചിയമ്മ ഏത് ജില്ലക്കാരിയാണ്? പാലക്കാട്. നഞ്ചിയമ്മയുടെ നാട് അട്ടപ്പാടിയാണ്. ഇരുള വിഭാഗത്തിൽ വരുന്നതാണ്. 2020 ദേശീയ പുരസ്കാരം ലഭിച്ചത്. അയ്യപ്പനും കോശി എന്ന ചലച്ചിത്രത്തിനാണ് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്നത്. കളക്കാത്ത സന്തനമേറ എന്ന ഗാനത്തിനാണ് അവർക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. പഠിച്ചിട്ട് പോവുക, മോസ്റ്റ് ഇമ്പോർട്ടന്റ് വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ നഞ്ചിയമ്മയെ കുറിച്ച് ചോദ്യം ഉണ്ടാവാൻ ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നു. അടുത്തത് ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അരികുവൽക്കരണം, അതായത് സ്ത്രീകളും ട്രാൻസ്ജെൻഡറുകളും നേരിടേണ്ടി വന്ന പാർശ്വവൽക്കരണമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യം നൽകിയിരിക്കുന്നത് സ്ത്രീ എന്ന നിലയിൽ കലാ സാംസ്കാരിക മേഖലയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ വ്യക്തികളിൽ ഒരാളാണ് നിലമ്പൂർ ആയിഷ. വളരെ പ്രശസ്തയായ നാടക നടി, ചലച്ചിത്ര നടിയാണ് നിലമ്പൂർ ആയിഷ. അവരുടെ ജീവചരിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു. അവരുടെ ജീവചരിത്രത്തിന്റെ പേര് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന PSC പരീക്ഷയിൽ ഒരു ചോദ്യം ഉറപ്പാണ്, ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. ആരുടെ ജീവചരിത്രമാണ്? നിലമ്പൂർ ആയിഷ, നാടക നടി, ചലച്ചിത്ര നടി. ഒരു കാലഘട്ടത്തിൽ കലാ സാംസ്കാരിക മേഖലയിലേക്ക് വനിതകൾ കടന്നു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അക്കാലത്ത് നാടകത്തിലെത്തി വളരെ പ്രശസ്തി നേടിയ വ്യക്തിയാണ്. എങ്കിലും ആ തുടക്ക കാലഘട്ടത്തിൽ നാടക നടി എന്ന നിലയിൽ വളരെ അധികം
ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അവരുടെ ജീവചരിത്രത്തിൽ പറയുന്നു. ജീവചരിത്രത്തിന്റെ രചയിതാക്കൾ ആരാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, എങ്കിലും ഓർത്തോളുക. രാജേഷ് കെ എരുമേലി, രാജേഷ് കെ എരുമേലി എന്നയാളും രാജേഷ് ചിറപ്പാട് എന്നീ രണ്ടുപേരും ചേർന്നാണ് ഈ ജീവചരിത്രം രചിച്ചിരിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്നത് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ ആരുടെ ജീവചരിത്രമാണ്? നിലമ്പൂർ ആയിഷ. അപ്പോ എന്താണ് ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അരികുവൽക്കരണം? സ്ത്രീകൾ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വിലക്കപ്പെട്ട ഒരു കാലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. കലയിൽ മാത്രമല്ല, സമൂഹത്തിന്റെ പല മേഖലകളിലും സ്ത്രീ ആയതുകൊണ്ട് മാത്രം അരികുവൽക്കരണം, തുല്യാവസരം നിഷേധിക്കപ്പെടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. കലാമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, ഗാർഹിക ഇടങ്ങൾ എന്നിവിടങ്ങളിൽ അവർ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതിപ്പോ കലാമേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും നമ്മുടെ വീട്ടിലായാലും സ്ത്രീകൾ താഴ്ന്ന പദവി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്നൊരു തെറ്റായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയാണ് നിലമ്പൂർ ആയിഷയെ പോലുള്ള സ്ത്രീകൾ കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. എങ്കിലും ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായതായി അവരുടെ ജീവചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയതായി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിട്ടപ്പോൾ അതിനെതിരെ മുന്നോട്ട് വന്ന സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് പണ്ഡിറ്റ് രമാബായി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണ്ഡിറ്റ് രമാബായി 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പണ്ഡിറ്റ് രമാബായി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. പണ്ഡിറ്റ് രമാബായി സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തിത്വമാണ്. ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിത്വമാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട വ്യക്തിത്വമാണ്. വിധവകളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു ക്ഷേമ പ്രവർത്തനങ്ങൾ ഇടപെടുകയും ചെയ്ത വ്യക്തിത്വമാണ് പണ്ഡിറ്റ് രമാബായി. അതുപോലെ ഡോക്ടർ പുന്നൻ ലൂക്കോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഡോക്ടർ പുന്നൻ ലൂക്കോസ് സമൂഹത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സർവകലാശാലയിൽ MBBS എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പോയി ബിരുദം കരസ്ഥമാക്കുകയും ചെയ്ത വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. കൃത്യമായി കൊടുത്തിരിക്കുന്നു, ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകിയിരുന്നില്ല. ആയതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ഇമ്പോർട്ടന്റ് ആണ്, ഡോക്ടർ പുന്നൻ ലൂക്കോസ് എന്ന നിലയിൽ പ്രശസ്തയായി. അതുപോലെ തന്നെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു പുന്നൻ ലൂക്കോസ്. അപ്പൊ പുന്നൻ ലൂക്കോസ് ഷുവർ ഷോട്ട് ചോദ്യം. ഡോക്ടർ പുന്നൻ ലൂക്കോസ് ഇന്ത്യയിൽ സർവകലാശാലകളിൽ MBBS വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നൽകിയിരുന്നില്ല. അതുകൊണ്ട് ലണ്ടനിൽ പോയി MBBS ബിരുദം പൂർത്തിയാക്കി തിരിച്ചു വരികയും കേരളത്തിൽ നിന്ന് MBBS ബിരുദം കരസ്ഥമാക്കി ആദ്യ വനിതയായി മാറുകയും തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആദ്യത്തെ വനിതാ പ്രതിനിധി ആവുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോണേ. ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഓക്കെ, അടുത്ത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് EK ജാനകി അമ്മാൾ. തെറ്റിക്കരുതേ, EK ജാനകി അമ്മാൾ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് EK ജാനകി അമ്മാൾ. EK ജാനകി അമ്മാളുടെ നാട് എവിടെയാണെന്ന് ചോദിക്കും, തലശ്ശേരിയിലാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ച ആളാണ് ഡോക്ടർ ജാനകി അമ്മാൾ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ, ഞാൻ ഒന്നുകൂടി പറയുന്നു, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ EK ജാനകി അമ്മാളാണ്. EK ജാനകി അമ്മാൾ 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ചിലപ്പോ ഈ പ്രസ്താവനകൾ തന്നിട്ട് വ്യക്തിത്വത്തെ തിരിച്ചറിയാനായിരിക്കും ചോദിക്കുന്നത്. പ്രസ്താവന 1, കേരളത്തിലെ തലശ്ശേരിയിൽ ജനനം, സസ്യശാസ്ത്ര മേഖലയിൽ പ്രസിദ്ധയായ വ്യക്തിത്വമാണ്, കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചു, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലാണ്, 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. EK ജാനകി അമ്മാൾ. EK ജാനകി അമ്മാൾ വളരെ ഇമ്പോർട്ടന്റ്. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗ പദവി വിവേചനം നേരിടുന്നുണ്ട്. നമുക്കറിയാം സമൂഹത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് പാർശ്വവൽക്കരണത്തിന് വിധേയമാകപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് നോക്കാം. ട്രാൻസ്ജെൻഡർ എന്ന വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിരിക്കുന്ന ലിംഗ പദവി. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നമ്മൾ രേഖപ്പെടുത്തുമല്ലോ. എന്നാൽ ആ ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് ട്രാൻസ്ജെൻഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ ആ കുട്ടി ആണാണോ പെണ്ണാണോ നമ്മൾ നോക്കിയതിന് ശേഷം രേഖപ്പെടുത്തുന്നു. പക്ഷെ അവരുടെ സ്വഭാവം, അവരുടെ വ്യക്തിത്വം,
ആ നൽകിയിരിക്കുന്ന ജെൻഡറുമായി പൊരുത്തപ്പെടാത്ത വ്യക്തിത്വമായിരിക്കും. അതിനെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അങ്ങനെ ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത് 2019 ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആക്ട് എന്നൊരു ആക്ട് ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആക്ട് 2019 2019 ട്രാൻസ്ജെൻഡേഴ്സ് സംരക്ഷണ നിയമം. ആ നിയമത്തിലെ സെക്ഷൻ 2 ക്ലോസ് കെയിലാണ് ട്രാൻസ്ജെൻഡറിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ട്രാൻസ്ജെൻഡർ ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ റൈറ്റ്സിന്റെ ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 2 ക്ലോസ് കെയിലാണ്. സെക്ഷൻ 2 ക്ലോസ് കെയിലാണ്. ഇനി ന്യൂനപക്ഷം എന്നാൽ എന്ത്? സിമ്പിൾ ആണ്. മൊത്തം ജനസംഖ്യയുടെ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്നാണ് അർത്ഥം. മൊത്തം നമ്മുടെ ജനസംഖ്യ എടുത്തിട്ട് അതിൽ മറ്റു വിഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ അംഗസംഖ്യയിൽ കുറവുള്ള വിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷം എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ജനന സമയത്ത് ഒരു വ്യക്തിക്ക് നൽകിയ ലിംഗപദവി ഉണ്ടല്ലോ, അതുമായി പൊരുത്തപ്പെടാത്തവരെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ആ സെക്ഷൻ മറന്നുപോലെ സെക്ഷൻ 2 ക്ലോസ് കെ. ഭിന്നശേഷി വിഭാഗങ്ങളും അരികുവൽക്കരണവും. ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ചില വിഭാഗം ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അവരെ ഭിന്നശേഷി വിഭാഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഭിന്നശേഷിക്കാർ എന്നാൽ എന്ത്? ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റു ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരെയാണ് ഭിന്നശേഷിക്കാർ എന്ന് പറയുന്നത്. അത് ശാരീരികമായ സവിശേഷതയാണ്. ശാരീരികമായ സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റു ജനവിഭാഗങ്ങളെ അപേക്ഷിച്ചിട്ട് വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരെയാണ് ഭിന്നശേഷിക്കാർ എന്ന് അറിയപ്പെടുന്നത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമമുണ്ട് 2016. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം ഏത് വർഷമാണ്? 2016. പക്ഷേ ഈ നിയമം നിലവിൽ വന്നത് 2017 ജൂൺ മാസം 15-ാം തീയതിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം 2016 പാസ്സായി, പക്ഷെ നിലവിൽ വന്നത് 2017 ജൂൺ 15-നാണ്. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിൽ ഊന്നിയതുമായ സാമൂഹ്യ ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം. വളരെ ഇമ്പോർട്ടന്റ്. 2016 പാസ്സായി, 2017 പ്രാബല്യത്തിൽ വന്നു ജൂൺ 15-ാം തീയതി. അടുത്ത എന്താണ് പാരാലിമ്പിക്സ് എന്നറിയപ്പെടുന്നത്? പാരാലിമ്പിക്സ് എന്നറിയപ്പെടുന്നത് ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ് എന്നറിയപ്പെടുന്നത്. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി നൽകിയിട്ടുണ്ട്, 1948. വരാൻ പോകുന്ന PSC പരീക്ഷയിൽ ഒരു ചോദ്യം ഇതായിരിക്കും. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം 1948. വിവേചനം തടയാൻ ഭരണഘടന. നമ്മളിപ്പോ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ കുറിച്ച്, വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചു. അത് ചിലപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ദളിത് വിഭാഗങ്ങളാവാം, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദളിത് വിഭാഗങ്ങളാവാം, അതുപോലെ ജെൻഡറിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സും ആവാം, അതുപോലെ തന്നെ ഗോത്ര ജനതയാവാം, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരാവാം. അപ്പൊ ഇവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിനെ തടയാൻ വേണ്ടി നമ്മുടെ ഭരണഘടന ശക്തമായുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന BR അംബേദ്കർ, അദ്ദേഹം പോലും ദളിത് വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദളിതർക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുക്കാൻ അംബേദ്കർ ഉൾപ്പെടെയുള്ള മറ്റു നേതാക്കൾക്കും കഴിഞ്ഞു. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ അരികുവൽക്കൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തന്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു ഡോക്ടർ BR അംബേദ്കർ. ഇനി ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും അനുച്ഛേദങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജാതി വിവേചനത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ പഠിച്ചിട്ട് പോണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. അനുച്ഛേദം 14, നിയമത്തിന് മുന്നിൽ സമത്വം. നിയമത്തിന് മുന്നിൽ സമത്വം, ഇക്വാളിറ്റി ബിഫോർ ലോ. ആർക്കും പ്രത്യേക പരിഗണന ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ ആർക്കും പ്രത്യേക പരിഗണന ലഭിക്കുന്നില്ല. എല്ലാവരും ഭരണഘടനയുടെ മുന്നിൽ തുല്യരാണ്, നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ്. ആർട്ടിക്കിൾ 14 എഴുതി പഠിച്ചിട്ട് പോകണം, ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്ന് സംരക്ഷണം. എന്താണ്? ജാതി, മതം, വർഗം, വർണ്ണം, ജന്മസ്ഥലം ഇതിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. വിവേചനം തടയുന്നു. അപ്പോ 15, ആർട്ടിക്കിൾ 15 കണ്ട ഈ 5 നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എഴുതിയാൽ വാ പോലെ ഇരിക്കും. ഇത് 5ഉം വായും ജസ്റ്റ് പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ആർട്ടിക്കിൾ 15 വിവേചനം തടയുന്നു. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ അയിത്ത സമ്പ്രദായം നിർത്തലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17. അപ്പൊ ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം, ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം, ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം, ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷം എന്താണെന്ന് നമ്മൾ കൃത്യമായി പഠിച്ചു. മൊത്തം ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ
എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കുറവുള്ള വിഭാഗങ്ങളാണ് ന്യൂനപക്ഷം എന്നറിയപ്പെടുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം കൊടുക്കുന്ന ആർട്ടിക്കിളാണ് 29. വളരെ ഇമ്പോർട്ടന്റ്. ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന വാക്ക് ആദ്യമായി വരുന്നത് ആർട്ടിക്കിൾ 29-ലാണ്. ഓക്കെ, ആർട്ടിക്കിൾ 46 അത് DPSP ആണ്, നമ്മൾ പഠിക്കും, മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതിൽ വരുന്നതാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടതും പിന്നാക്കം നിൽക്കുന്നതുമായ സമൂഹങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികപരമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കാൻ രാഷ്ട്രത്തിന് ഭരണഘടന നിർദ്ദേശം നൽകുന്നു. അതാണ് ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 338 സ്ഥിരമായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ വ്യവസ്ഥ എന്ന ആർട്ടിക്കിളാണ് 338. പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് 338A. അപ്പൊ നമുക്ക് ഒന്നുകൂടി എല്ലാ ആർട്ടിക്കിളും പഠിക്കാം. വിവേചനം തടയുന്നത് ആർട്ടിക്കിൾ 14 നിയമസമത്വം, 15 വിവേചനം തടയുന്നു, 17 അയിത്ത നിർമ്മാർജ്ജനം, 29 ന്യൂനപക്ഷ സംരക്ഷണം. ഞാൻ വീണ്ടും പറയുന്നു, 29 ന്യൂനപക്ഷ സംരക്ഷണം, ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം സംരക്ഷിക്കുന്നു. ആർട്ടിക്കിൾ 46 DPSP ആണ്, മാർഗനിർദ്ദേശത്വം, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുക. 338 പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ, 338A പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ. ഓക്കെ, ഇത്രയുമാണ് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ അധ്യായമായ അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നൽകിയിരിക്കുന്ന ഒരു ചെറിയ പോയിന്റ് പോലും ഒഴിവാക്കാതെയാണ് ഈ ക്ലാസ് പഠിപ്പിച്ച് തീർത്തത്. ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ നമ്മൾ ഈ സെഷനിൽ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഉറപ്പായും പഠിച്ചിട്ട് മാത്രം പോവുക. നന്ദി.